പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യൻ നമ്മോട് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ദയ കാണിക്കുന്നുണ്ടെങ്കിൽ, കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളിൽ നിന്നും അവർ തിരിച്ച് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉപകാരം, ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു സ്നേഹം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. നാം ഒരു മനുഷ്യനോട് നന്മ ചെയ്യുകയോ അവരെ സഹായിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളതായ ഒരു പ്രതിഫലം അവരിൽ നിന്ന്, അല്ലെങ്കിൽ സ്നേഹമായിട്ടുള്ള ഒരു സമീപനമെങ്കിലും നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗം നിൽക്കുവാനുള്ളതായ ഒരു സന്മനസ്സെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഒരു നന്മയും പ്രതീക്ഷിക്കാതെ എപ്പോഴും നമുക്ക് നന്മ മാത്രം നൽകി തരുന്ന ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എത്ര തിന്മ നമ്മൾ പ്രവർത്തിച്ചിരുന്നാലും ശരി, എത്ര വലിയ എതിർപ്പുകൾ ആ ദൈവത്തോട്, കർത്താവിനോട് നമ്മൾ കാണിച്ചാലും ശരി, പിന്നെയും സ്നേഹം കൊണ്ട് നമ്മെ വീർപ്പ് മുട്ടിക്കുന്ന ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുകയാണ്: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കും. അവിശ്വസ്തനായി തീർന്നാലും എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നാം അവിശ്വസ്തരായിരുന്നില്ല. ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിന് മുൻപിൽ, ഒരു ദിവസത്തിൽ, ഒരു നിമിഷത്തിൽ നാം അങ്ങനെ തീർന്നുപോയി, നാം അങ്ങനെ മാറ്റപ്പെട്ടു. നമ്മുടെ വിശ്വസ്തതയിൽ നിന്ന് നമ്മൾ അവിശ്വസ്തതയിലേക്ക് വീണുപോയി. അങ്ങനെ അവിശ്വസ്തരായി തീർന്നാലും ദൈവം, അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവൻ തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അതിനുശേഷം ശാലോമോൻ സദൃശ്യവാക്യം എഴുതുമ്പോൾ താൻ പറയുകയാണ്, സദൃശ്യവാക്യം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തനായ മനുഷ്യനെ നമുക്ക് കണ്ടെത്തിയെന്ന ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ കർത്താവാണ്, അവൻ വിശ്വസ്തനാണ്. പലരും തങ്ങളോട് ദയാലുവായ മനുഷ്യരെ, നമ്മോട് ദയ കാണിക്കുന്നവരെയും കരുണ കാണിക്കുന്നവരെയും ഒക്കെ എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ട്, പ്രതീക്ഷിച്ചും കൊണ്ട് നമ്മോട് ദയ കാണിക്കുന്നവരെ നമുക്ക് ലോകത്തിൽ ധാരാളം കാണുവാൻ കഴിയും. പക്ഷെങ്കിൽ വിശ്വസ്തൻ എന്നെണ്ണുവാൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, യേശു. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അതിരറ്റ സന്തോഷമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഒരു ഭക്തന്റെ അനുഭവത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ പറയാം. ഭക്തന്റെ ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പേര് യോനാഥാൻ. ദാവീദ് രാജാവിനോട് ചെന്ന് തൻ്റെ അപ്പനായ ശൗലിന് ശേഷം യഥാർത്ഥമായി രാജ്യത്വം വരേണ്ടത് യോനാഥാനാണ്, ശൗലിൻ്റെ മകൻ യോനാഥാനാണ്. പക്ഷെങ്കിൽ ദൈവം യോനാഥാനോട് പറഞ്ഞു, നിന്നെ അല്ല ഞാൻ രാജാവാക്കാൻ പോകുന്നത്. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ തന്നെ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ വിശ്വസ്തനായ ഒരുവനുണ്ട്, ദാവീദ്. അവനാണ് രാജ്യത്വം ഞാൻ കൈമാറാൻ പോകുന്നത്. നിന്റെ അപ്പൻ്റെ ഇന്ന് രാജ്യത്വം എടുത്ത് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കുവാൻ അധികം നാളുകൾ ഇനി നോക്കിയിരിക്കണ്ട എന്ന് യോനാഥാനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പതിയിരുന്ന ശൗലിൻ്റെ നീക്കങ്ങളെ യഥാസമയം ദാവീദിനോട്, സ്നേഹിതനായ ദാവീദിനോട് യോനാഥാൻ വന്ന് അറിയിക്കുക പതിവായിരുന്നു. ഒരു ദിവസം ദാവീദിനോട് യോനാഥാൻ പറഞ്ഞതായ ഒരു വാക്ക് ഇങ്ങനെയാണ്: നോക്കൂ സഹോദര ദാവീദേ, ഇപ്പോൾ ദാവീദേ, നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ശൗലിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് നിന്നെ അറിയിക്കുവാൻ മറ്റാരുമില്ല, എനിക്ക് മാത്രമേ നിന്നെ അറിയിക്കാൻ കഴിയുള്ളൂ. എൻ്റെ സേവനം നിനക്ക് ആവശ്യമുണ്ട്. ഒരു പക്ഷെങ്കിൽ നീ അതിനുവേണ്ടി ആയിരിക്കാം എന്നോട് ദയ കാണിക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു, ദാവീദ് തൻ്റെ സകല ശത്രുക്കളെയും കീഴടക്കി താൻ വിശ്രാമം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവം എന്നെ കാണിക്കുന്നു. അങ്ങനെ നിനക്ക് ശത്രുക്കൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, എൻ്റെ സേവനം ഒന്നും നിനക്ക് ആവശ്യമില്ലാതിരിക്കുമ്പോഴും എന്നോടും എൻ്റെ ഗ്രഹത്തോടുമുള്ള ദയ വിട്ടുമാറരുത്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ
ദൈവം വളരെ അധികം പരിശ്രമിച്ചു. 1 ശമൂവേൽ 22 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, അതിനുശേഷം സന്തുഷ്ടിയില്ലാത്തവർ എന്നിവക്കാർ ഒക്കെയും ദാവീദിന്റെ അടുത്ത് വന്ന് ദാവീദ് അവർക്ക് നേതാവായിരുന്നു, അവർക്ക് തലവനായിരുന്നു. കടമുള്ളവർക്ക്, ഞെരുക്കമുള്ളവർക്ക്, പ്രയാസമുള്ളവർക്ക്, മാനസികമായി തകർന്നവർക്ക്, മനസ്താപമുള്ളവർക്ക്, ആരും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനില്ലാത്ത ദേശത്ത് പാർത്തിരുന്നതായ 400 സങ്കടക്കാർ, 400 കടമുള്ളവർ, 400 സന്തുഷ്ടി ഇല്ലാത്ത കുടുംബങ്ങൾ ദാവീദിന്റെ അടുത്ത് വന്നു. ദാവീദ് അവർക്കൊക്കെയും തലവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരോടുകൂടെ പാർപ്പിച്ച് ദാവീദിനെ ദൈവം മരുക്കമുള്ള രാജാവാക്കി മാറ്റി. എന്നും തന്റെ ദയയും വിശ്വസ്തതയും ഭൂമിയിൽ നിലനിർത്തുവാൻ കഴിയുന്ന ഒരു രാജ്യത്വ ഭരണം രാജാവിൽ ഉറപ്പിച്ചു, ദാവീദിൽ ഉറപ്പിച്ചു. അതുകൊണ്ടാണ് 1 ശമൂവേൽ 20 അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ യോനാഥാൻ പറയുന്നത്: എന്റെ ഗൃഹത്തോട് ഇപ്പോൾ നീ കാണിക്കുന്ന ദയ മാത്രമല്ല, നിനക്ക് ശത്രുക്കൾ ആരുമില്ലാത്തപ്പോഴും എന്റെ സേവനങ്ങളൊന്നും നിനക്ക് ആവശ്യമില്ലാതിരിക്കുന്ന കാലത്തും നീ ആ ദയ നിർത്തിക്കളയരുത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നോക്കൂ, ശലോമോൻ എഴുതുന്നതായ ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ അപ്പനിലുള്ളതായ അനുഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പറയുകയാണ്: മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? ആ വിശ്വസ്തത നമുക്ക് കർത്താവിൽ കാണുവാൻ കഴിഞ്ഞു. നമ്മളിൽ നിന്നും ദൈവം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. കർത്താവിന് നമ്മൾ ആരും ശത്രുക്കളല്ല. നാളെ നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നാലും ദൈവത്തിൻ്റെ മഹാബലത്തെയും സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വെറും പുഴുക്കളും കതിരുകളും അല്ലെങ്കിൽ പൊടികളും ഒന്നുമില്ലാത്തവരുമാണ്. അവൻ്റെ മൂക്കിലെ ശ്വാസത്താൽ ക്ഷയിച്ചു പോകുന്ന നമുക്ക് എത്രത്തോളം ദൈവത്തോട് ശത്രുത പുലർത്താനാകും? എങ്കിലും നാം ശത്രുത പുലർത്തിയാലും നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം നമ്മോട് ദയയുള്ളവനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെടുന്നവരാരാണെന്ന് അറിയാമോ? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. അവർക്കൊക്കെയും ദൈവം നായകനെ കണ്ടെത്തുന്നു. സന്തുഷ്ടിയില്ലാത്തവർക്കൊരു നായകനെ കണ്ടെത്തുന്നു, ഞെരുക്കമുള്ളവർക്കൊരു നായകനെ കണ്ടെത്തുന്നു, കടമുള്ളവർക്ക് നായകനെ കണ്ടെത്തുന്നു. കടമുള്ളവരെ ഇന്ന് ആർക്കും വേണ്ട, ഞെരുക്കമുള്ളവരെ ആർക്കും വേണ്ട, സന്തുഷ്ടിയില്ലാത്തവരെ ആർക്കും വേണ്ട. പക്ഷെങ്കിൽ അവരെ ദൈവത്തിന് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേണ്ടി ദൈവം ചില നായകന്മാരെ ഭൂമിയിൽ കണ്ടെത്തുന്നു. നമുക്ക് മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, പക്ഷെങ്കിൽ വിശ്വസ്തനായ ഒരുത്തനെ ആർക്ക് കാണാൻ കഴിയും? എനിക്ക് കാണാൻ കഴിയൂ എന്നുള്ളതായ ഒരു സാക്ഷ്യമാണ് സ്വർഗം സന്തോഷിക്കുന്ന വാക്ക്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്: മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരു മനുഷ്യനെ ആർക്ക് കാണാനൊക്കും എന്ന് നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുമ്പോൾ ആ ദൈവത്തോട് നമുക്ക് മറുപടി കൊടുക്കാം: യേസ്, ഞാൻ കണ്ടെത്തി, എന്റെ കർത്താവിനെ ഞാൻ കണ്ടെത്തി. ഞാൻ അവിശ്വസ്തനായിരുന്നിട്ടും അനേക ഇടങ്ങളിൽ ഞാൻ അവിശ്വസ്തനായിരുന്നതായ സ്ഥാനത്തൊക്കെയും വിശ്വസ്തനായി അവൻ എന്നെ പരിപാലിച്ചു. എന്റെ കടമുള്ള സമയത്ത്, ഞെരുക്കമുള്ള സമയത്ത്, മനസ്താപപ്പെട്ടിരുന്ന സമയത്ത്, ഞാൻ താഴ്ത്തപ്പെട്ട സമയത്ത് എനിക്കൊരു നായകനായി അവൻ എന്നോട് കൂടെ ഇരുന്നു. അവന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന ജീവിതങ്ങളെ ഈ പ്രഭാതത്തിൽ സർവശക്തൻ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് നോക്കി അവരെ കണ്ട് സന്തോഷിക്കുന്നു, അവരുടെ ഭവനങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. ആ സന്തോഷം നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും പങ്കിടുവാൻ ഭാഗ്യം ദൈവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.